അബ്രഹാമിനെ കല്ലേക്കാട് ഊരിൽ നിന്ന് പുറപ്പെടുന്നതിന് വിഗ്രഹാരാധിയായി കഴിഞ്ഞിരുന്ന അബ്രഹാമിന് കല്ലേക്കാട് ഊരിൽ നിന്ന് പുറപ്പെടുന്നതിന് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു. മെസൊപ്പൊത്താമിയായിരുന്നെന്ന് അവൻ അതും അവൻ്റെ കുടുംബമായിട്ട് തേറഹിൻ്റെ നേതൃത്വത്തിൽ ഹാരാനിൽ വന്ന് പാർത്തു. ഹാരാനിൽ വെച്ച് തേറഹ് യാത്ര തുടരാതെ മരിച്ചു. കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോകാനായിട്ടായിരുന്നു പുറപ്പെട്ടത്. അങ്ങനെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോകാൻ കഴിയാതെ തേറഹ് ഹാരാനിൽ മരിച്ചതിന് ശേഷം വീണ്ടും അതേ പ്രത്യക്ഷത അബ്രഹാമിന് ഉണ്ടായി. ആ പ്രത്യക്ഷതയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അത് ഹാരാനിൽ വരുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിൽ വെച്ചുണ്ടായ പ്രത്യക്ഷതയാണെന്ന് സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത്. പ്രവൃത്തി 7-ന്റെ 1, 2, 3 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. അതിലെ പ്രധാന വിഷയം നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നാണ്. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് സുവിശേഷമാണെന്ന് നാം ഗലാത്യ ലേഖനത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രസ്താവന എന്ന് കാണുന്നു. ആ സുവിശേഷം എങ്ങനെയാണത് സുവിശേഷമാകുന്നത്? സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സകല ജാതികളുടെയും മീതെയുള്ള ശാപം നീങ്ങണം. എന്താണ് മനുഷ്യൻ്റെ മേലുള്ള ശാപം? കൽപ്പനാലംഘനമാകുന്ന ശാപം, ന്യായപ്രമാണലംഘനമാകുന്ന ശാപം. ദൈവം മനുഷ്യനെ ഈ ലോകത്തിൽ പ്രമാണമുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവം കൊടുത്ത ആ പ്രമാണത്തെ അതിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സേവിക്കുക. രണ്ടാമത്തത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. ആദ്യത്തെ 3-4 കൽപ്പനകൾ ഈ ഒന്നാമത്തെ പ്രമാണത്തെ വിശദീകരിക്കുന്നു. രണ്ടാമത്തെ 6 കൽപ്പനകൾ, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, വിചാരം ചെയ്യരുത്, ഇങ്ങനെയുള്ള കൽപ്പനകൾ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുന്നതിനും ഉള്ള ആഹ്വാനമാണ്. ഈ 2 പ്രമാണങ്ങളും ഉള്ളവരായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ആ പ്രമാണങ്ങൾ മനുഷ്യനിൽ ഉണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം അവനിൽ കൊടുത്ത പ്രത്യേക കഴിവാണ് മനസാക്ഷി. ദൈവം മനുഷ്യനെ മനസാക്ഷിയുള്ളവനായി സൃഷ്ടിച്ചു. ഒരു മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യനെ തെറ്റ് ചെയ്യുമ്പോൾ അവനെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു മൃഗവും മനുഷ്യനും കൂടെ ഒരു പാടത്തുകൂടെ കടന്നു പോകുന്നു. പാടത്തുകൂടെ കടന്നു പോകുമ്പോൾ ആ കൃഷി സാധനങ്ങളെല്ലാം തിന്നുന്നതിന് ഈ മൃഗത്തിന് ഒരു പ്രയാസവും ആകെ കൂടെ നോക്കുന്നത് അതിനെ ഒന്ന് മണത്ത് അവൻ്റെ ശിഷ്ടത്തിന് എതിരാണോ എന്ന് നോക്കും, അല്ലെങ്കിൽ അത് ഭക്ഷിക്കും. എന്നാൽ മനുഷ്യനാണെങ്കിൽ അങ്ങനെ അതിലേ പോയാലും അവിടെ ഒരു പഴക്കൊല പഴുത്ത് നിൽക്കുന്നത് കണ്ടാലും അവന് എടുക്കാൻ ഒക്കില്ല. കൈതച്ചൊക്കെ വിളഞ്ഞിരിക്കുന്നത് കണ്ടാലും അവന് എടുക്കാൻ ഒക്കത്തില്ല. അതിന് കാരണം എന്താണ്? അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. അത് മനുഷ്യൻ്റെ മനസാക്ഷിയെക്കുറിച്ചുള്ള ഒരു ഉത്ബോധനമാണ്. സകല മനുഷ്യരും മനസാക്ഷിയുള്ളവരാണ്. മനസാക്ഷിയോടുകൂടെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ആ മനസാക്ഷി അവനെ ദൈവം അവൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. ആ പ്രമാണം അതുകൊണ്ടാണ് നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് സുവിശേഷമായി തീർന്നത്. സുവിശേഷമാകണമെങ്കിൽ അതിൻ്റെ ആ ശാപത്തിൻ്റെ കീഴിൽ വന്ന മനുഷ്യൻ്റെ ശാപം നീങ്ങണം. മനുഷ്യൻ്റെ ശാപം നീങ്ങാനുള്ള ഏക മാർഗം ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നു. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. മനുഷ്യൻ ഒരു തിന്മയിലേക്ക് വന്ന ആ മനുഷ്യനെ, ഒരു വീട്ടിൽ മനുഷ്യൻ അനുസരിക്കാത്ത മകനെ തിന്മ വിട്ട് അവൻ്റെ പട്ടണത്തിൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ കൊണ്ട് കുറ്റവാളിയാണെന്ന് കണ്ടുപിടിച്ചാൽ അവനെ ഈ കല്ലെറിഞ്ഞ് കൊന്നാൽ, കൊല്ലുമ്പോൾ അവൻ്റെ ശരീരം പരസ്യമായി തൂക്കണം. തൂക്കുന്നതിനു വേണ്ടിയാണ്. തൂങ്ങി മരിച്ചവൻ ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ടും ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ഭൂമിയിൽ വന്നവനെങ്കിലും അവൻ എന്ത് ചെയ്യേണ്ടി വന്നു? അവനെ മനസ്സാവാചാകർമ്മണ ഒരു പാപവും ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പാപം
പാപം അവനില്ല. അങ്ങനെയുള്ളതായ ദൈവപുത്രൻ മനുഷ്യൻ്റെ പാപനിമിത്തമായി ക്രൂശിൽ മരിച്ചു. ക്രൂശിൽ മരിക്കുക മാത്രമല്ല, പരസ്യമായി ദൈവം അവനെ ക്രൂശിൽ തൂക്കുന്നതിന് ദൈവം അനുവദിച്ചു. അങ്ങനെ മനുഷ്യൻ യേശുക്രിസ്തു ശാപഗ്രസ്തനായി മരിച്ചത് നമ്മുടെ ശാപങ്ങൾ, ന്യായപ്രമാണ ലംഘനമാകുന്ന മനുഷ്യൻ്റെ ശാപങ്ങൾ നീക്കുന്നതിന് വേണ്ടിയാണ്. ന്യായപ്രമാണ ലംഘനമാകുന്ന മനുഷ്യൻ്റെ ശാപങ്ങൾ നീങ്ങി മനുഷ്യനെ സുവിശേഷം മുഖാന്തരമായിട്ട് അനുഗ്രഹിക്കുന്നു. അതാണ് നാം ഈ അബ്രഹാമ്യ ഉടമ്പടിയുടെ ആദ്യ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കിയത്. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് സുവിശേഷം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ദൂരസ്ഥനും ശാപഗ്രസ്തനുമായിരുന്ന മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം വഴിയൊരുക്കി. അവൻ അനുഗ്രഹത്തിൻ്റെ പാത്രമായി തീർന്നു. ഇനി ഈ ഉടമ്പടിയുടെ രണ്ടാം ഭാഗം നാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം ഈ ഉടമ്പടിയുടെ രണ്ടാം ഭാഗം പറയുന്നു. അതിൻ്റെ ഒടുങ്ങത്തെ 4 വാക്യങ്ങൾ വായിച്ചിട്ട് 15-ാം അധ്യായത്തിൻ്റെ ഒടുങ്ങത്തെ 4 വാക്യങ്ങൾ. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെ ഈ ദേശത്തെ ഖേനിയർ, കെനീസിയർ, ഖത്മോനിയർ, ഹിത്യർ, പെരിസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം ആ ദേശത്തെ അബ്രഹാമിൻ്റെ സന്തതിക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എവിടെ തൊട്ടാണ്? മിസ്രയീമ്യ നദി മുതൽ, പലസ്തീൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു നദിയാണ് മിസ്രയീം. നൈൽ നദിയല്ല, മിസ്രയീമ്യ തോട്. ആ മിസ്രയീം തോട് മുതൽ വടക്ക് അങ്ങ് പടിഞ്ഞാറോട്ട് ഫ്രാത്ത് നദി, മഹാനദി വരെ ഉള്ളതായ സ്ഥലം ദൈവം അബ്രഹാമിൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നു. അത് ദൈവം എങ്ങനെയാണ് ചെയ്തത്? ദൈവം അബ്രഹാമിനോട് 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അബ്രഹാം യാഗം കൊണ്ടുവരാൻ പറഞ്ഞു. യാഗം കൊണ്ടുവന്ന് അതിൻ്റെ യാഗങ്ങളെയെല്ലാം പിളർന്ന് അവിടെ വയ്ക്കുന്നതിനും അബ്രഹാം ആ പിളർപ്പുകളെയെല്ലാം സൂക്ഷിക്കുന്നതിനുമായിട്ട് അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം ആ പിളർപ്പുകളെയെല്ലാം സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യപക്ഷികൾ വന്ന് റാഞ്ചാനായിട്ട് തുടങ്ങി അതിനെ ഓടിച്ചു കളഞ്ഞു. അങ്ങനെ ഓടിച്ചു കളഞ്ഞതായ ആ പിളർപ്പുകളെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് അബ്രഹാം ഇങ്ങനെ ഗാഠനിദ്രയിൽ ആയപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു തീപ്പന്തമായി ഈ പിളർപ്പുകളുടെ നടുവിലൂടെ കടന്നുപോയി. അത്യുന്നതനായ ദൈവം തീപ്പന്തം കണക്കെ അതിൻ്റെ നടുവിലൂടെ കടന്നുപോയി ആ അബ്രഹാമിന് ആ ഉടമ്പടി ഉറപ്പിച്ചു കൊടുത്തു. ആ ഉറപ്പിച്ചു കൊടുത്ത വാചകമാണ് നാം വായിക്കുന്നത്. ഈ സ്ഥലം ഇപ്പോൾ കത്മോന്യർ, ഫെരീഷ്യർ ഇങ്ങനെയുള്ളതായ 7 ജാതികൾ പാർക്കുന്ന സ്ഥലമാണ്. എന്നാൽ ഈ സ്ഥലം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അബ്രഹാമിന് ദൈവം കൊടുത്തതായ സ്ഥലമാണ്. പലസ്തീൻ മാത്രമല്ല, പലസ്തീൻ്റെ വെളിയിലുള്ള ഭാഗങ്ങളും അബ്രഹാമിനെ കൊടുത്തു. എത്രയും വരെ യൂഫ്രട്ടീസ് നദി വരെ, ഇറാഖ് വരെയുള്ള സ്ഥലങ്ങൾ ദൈവം അബ്രഹാമിനെ കൊടുത്തിരിക്കുന്നു. എന്നാൽ ഇസ്രയേലിന് ഈ സ്ഥലം പിടിക്കാൻ കഴിഞ്ഞില്ല. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യങ്ങൾ വായിച്ചാൽ യോശുവ 1:4 ഇസ്രയേൽ യോശുവയുടെ നേതൃത്വത്തിൽ കടന്നു പോയി പിടിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ ആ ദൈവം കൊടുത്തതായ വ്യക്തമായ കൽപ്പനയാണ് ഇവിടെ നാം വായിക്കുന്നത്. യോശുവ 1:4 ഈ ലബാനോനം തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. ദൈവം അത് കൊടുത്ത അതേ അതിൽ തന്നെ. അതെവിടെ തുടങ്ങുന്നത്? മിസ്രയീമ്യ മരുഭൂമി ലബാനോനം ഫ്രാത്ത് എന്ന മഹാനദി വരെയും. അല്ല, ഒന്നുകൂടെ വായിച്ച വാക്യം. മരുഭൂമിയും ഈ ലബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും
പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും. മെഡിറ്ററേനിയൻ കടൽ മുതൽ ഉം. പടിഞ്ഞാറ് Yes. അല്ല പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടൽ മുതൽ Yes. കിഴക്ക് യൂപ്പർട്ടീസ് നദി വരെ ഉള്ള ഭാഗങ്ങൾ ഇസ്രയേലിന് അവകാശമായി കൊടുത്തു. അത് കൈവശമാക്കാനായിട്ടാണ് യോശുവയെ വിട്ടത്. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ മുഴുവൻ കൈവശമാക്കിയില്ല. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ കൈവശമാക്കിയത് യോർദാൻ്റെ ഇരുകരയുമുള്ള ഇന്നത്തെ നമ്മുടെ കേരളത്തേക്കാൾ ചെറിയ ഒരു പ്രദേശമാണ് ഇസ്രയേൽ കൈവശമാക്കിയത്. ബാക്കി സ്ഥലങ്ങൾ കൈവശമാക്കിയില്ല. അങ്ങനെയുള്ള ആ പ്രമാണം ദൈവം ഇസ്രയേലിന് വേണ്ടി ഇനി പാലിക്കും. കാര്യം ദൈവം അത് കൊടുത്തു, നിങ്ങൾക്ക് അത് തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ ദൈവം അവരോട് പറഞ്ഞു. അത് ഇനി പാലിക്കപ്പെടുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലായിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് രാജ്യഭാരമേൽക്കും. രാജ്യഭാരമേൽക്കുമ്പോൾ അവൻ ഏൽക്കുമ്പോൾ അവൻ ഭരിക്കുന്നത് യെരൂശലേം ഇന്നത്തെ യെരൂശലേം നഗരം കേന്ദ്രമാക്കിയായിരിക്കും. നഗരം വ്യത്യാസപ്പെടുത്തിയായിരിക്കും. യെരൂശലേം കേന്ദ്രമാക്കി കർത്താവ് ഭരിക്കുമ്പോൾ ഇസ്രയേൽ എന്ത് ചെയ്യും? പലസ്തീനിൽ ഒതുങ്ങിയിരുന്ന ഇസ്രയേൽ കിഴക്കോട്ട് കുറച്ചുകൂടെ നീങ്ങി എവിടം വരെ? യൂഫ്രട്ടീസ് നദി വരെ ചെന്ന് ചേരും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം കൊടുത്തതായ പ്രമാണത്തിൻ്റെ രണ്ടാം ഭാഗമാണ് അബ്രഹാമിന് കൊടുത്തതായ ഈ പ്രമാണം. അതായത് യൂഫ്രട്ടീസ് നദി വരെയുള്ളതായ പ്രദേശം ഇസ്രയേലിന് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് പ്രത്യേക ഓർക്കേണ്ട വിഷയം, ഈ പ്രമാണമെല്ലാം ദൈവം അബ്രഹാമിന് കൊടുത്തു. അബ്രഹാമിന് കൊടുത്ത പ്രമാണം വീണ്ടും ഉറപ്പിക്കുന്നതാണ് 22-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ യാഗം കഴിക്കുന്നതിന് വേണ്ടി അബ്രഹാം കൊണ്ടുപോയി മോറിയ കുന്നിൽ കൊണ്ടുപോയി യാഗം കഴിക്കുന്നതിന് വേണ്ടി കെട്ടിയിട്ടു വാളോങ്ങിയപ്പോൾ ദൈവം അത് വിലക്കിയിട്ട് ഈ ഉടമ്പടി വീണ്ടും ഉറപ്പിക്കുന്നു. ആ 22-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 22-ാം അധ്യായം കഴിഞ്ഞ് വീണ്ടും ഉടമ്പടി ദൈവം തൻ്റെ മകനായ ഇസഹാക്കിനെ ഉറപ്പിച്ചു കൊടുത്തു. 26-ാം അധ്യായത്തിൽ ഇസഹാക്കിന് ഈ ഉടമ്പടി ഉറപ്പിച്ചു കൊടുത്തു. ഇസഹാക്ക് ക്ഷാമം വന്നപ്പോൾ പലസ്തീനിൽ നിന്ന് മിസ്രയീമിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ മിസ്രയീമിൽ പോകരുത്, ഇവിടെ പാർക്കണം. അങ്ങനെ അവൻ ആ ദേശത്ത് പാർത്തു. ആ ഉടമ്പടി വീണ്ടും ഉറപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഇസഹാക്കിന് അതിനുശേഷം പിന്നീട് ദൈവം ഉറപ്പടി കൊടുത്തത് യാക്കോബിനാണ്. യാക്കോബിന് ദൈവം ഉറപ്പടി കൊടുത്തു. അത് നാം ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിൽ യാക്കോബിനെ ഉടമ്പടി കൊടുക്കുന്നതായിട്ട് വായിക്കുന്നു. ഈ പ്രമാണങ്ങളെല്ലാം തന്നെ എന്താണ്? ഇസ്രയേലിൻ്റെ അവകാശ ഭൂമിയാണ് പലസ്തീൻ നാട് എന്നാണ്. ആ പലസ്തീൻ നാട്ടിൽ ഇസ്രയേലിന് സ്ഥിരമായ അവകാശം ദൈവം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കൊടുത്തിരിക്കുന്നതായ ആ അവകാശ ഭൂമി അവർക്കിനി സ്വന്തമാക്കുന്നതിനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം. ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഇസ്രയേൽ മടങ്ങി വരുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ളതായ ഉടമ്പടി ആണ് ഈ അബ്രഹാമ്യ ഉടമ്പടി. അത് മുഖാന്തരം സുവിശേഷം മുഖാന്തരം ലോകജാതികൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള പ്രമാണം. അതുകൂടാതെ അബ്രഹാമ്യ ഉടമ്പടി മുഖാന്തരം ഉണ്ടായ വേറൊരു വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, അബ്രഹാമ്യ ഉടമ്പടി മുഖാന്തരം ഇസ്രയേലിന് ഈ അവകാശ ഭൂമി കിട്ടി. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കണം, ഈ അക്ഷരീയ ഭൂമി എല്ലാം അബ്രഹാമിന് വാഗ്ദത്ത പ്രകാരം കിട്ടിയെങ്കിലും അബ്രഹാം ഇതല്ല ബലമായിട്ട് പിടിച്ചത്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതൽ 6-ാം വാക്യം 8-ാം വാക്യം മുതൽ വായിച്ചാൽ എബ്രായലേഖനം 11-ന്റെ 8 വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാം ഈ ദേശത്തെ ചെന്നു ശേഖേമിൽ ചെന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ ശേഖേമിൽ ചെന്നു എന്ന് വായിക്കുന്നു. അങ്ങനെ ശേഖേമിൽ ചെന്നതായ അബ്രഹാം എന്ത് ചെയ്തെന്നാണ് വായിക്കുന്നത്? വായിച്ചാട്ട്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തേക്ക് ഒരു അന്യദേശത്ത് എന്ന പോലെ വാഗ്ദത്ത ദേശത്ത് ചെന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞു,
നിനക്ക് ഈ ദേശമാണ് ഞാൻ തരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ആ വാഗ്ദത്ത ദേശത്തെ പിടിച്ചങ്ങ് ഇരുന്നാൽ മതി. എന്നാൽ അബ്രഹാം അങ്ങനെയല്ല ചെയ്തത്. അടുത്ത എന്ത് ചെയ്തു? വായിച്ചാട്ട് ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. നമ്മൾ ഉടനെ ചെയ്തതാണെന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല. അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിലാണ് ഇസഹാക്ക് ജനിക്കുന്നത്. ഇസഹാക്കിൻ്റെ 60-ാമത്തെ വയസ്സിലാണ് യാക്കോബ് ജനിക്കുന്നത്. അബ്രഹാം 175-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ഇസഹാക്കിന് 75 വയസ്സും യാക്കോബിന് 15 വയസ്സുമുണ്ട്. അബ്രഹാം എന്ത് ചെയ്തു? വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ആരെ തീർത്തു? ഇസഹാക്കിനെയും യാക്കോബിനെയും കൂട്ടവകാശികളാക്കി തീർത്തു. അബ്രഹാമിനെ എല്ലാവരെയും കൂട്ടവകാശികളാക്കിയില്ല. ഇസ്മായിലിനെ ആക്കിയില്ല. അബ്രഹാം ഏശാവിനെ ആക്കിയില്ല. ഇവരൊക്കെ യാക്കോബിൻ്റെയും ഇസഹാക്കിൻ്റെയും ഒക്കെ സഹോദരന്മാരാണ്. ആരെ മാത്രമാക്കി? വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനെയും യാക്കോബിനെയും ആക്കി. എന്താണ് വാഗ്ദത്തം? വായിച്ചാട്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും ഭൗതികമായ ഈ രാജ്യദാനം അബ്രഹാം സ്വീകരിച്ചു. എന്നാൽ അബ്രഹാം അവിടെ പരദേശിയായിട്ടാണ് പാർത്തത്. അതാണ് ഇവിടെ വായിക്കുന്നത്. വായിച്ചാൽ വാക്യം വായിച്ചാട്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനെ കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനാവിന് തന്നെ വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്നു. അബ്രഹാം എവിടെയാണ് പാർത്തത്? കൂടാരത്തിൽ പാർത്തു. വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയില്ല. വലിയ മന്ദിരങ്ങൾ പണിതില്ല. കൂടാരത്തിൽ പാർത്തു. വാർദ്ധക്യത്തിന് കൂടാരത്തിൽ പാർത്തു. അങ്ങനെ കൂടാരവാസിയായി അബ്രഹാം പാർക്കുന്നതിന് കാരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊന്നുമല്ല വാസ്തവത്തിൽ തൻ്റെ അവകാശം. തൻ്റെ അവകാശം എന്താണ്? ഈ കാണുന്ന പലസ്തീൻ നാടിനും അപ്പുറത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായൊരു നഗരം. അതാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്ന പുതിയ യെരൂശലേം നഗരം. അബ്രഹാം ആ ദർശനം അബ്രഹാം പ്രാപിച്ചു. പുത്തൻ യെരൂശലേമിനെ കുറിച്ചൊരു ദർശനം അബ്രഹാമിനെ പ്രാപിച്ചു. ഇനി അടുത്ത ഖണ്ഡിക തുറക്കുന്നത് വായിച്ചാട്ട് ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചാൽ ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. വാഗ്ദത്ത നിവൃത്തി അക്ഷരീയമായി പ്രാപിച്ചു. എന്നാൽ ആത്മീയ അർത്ഥത്തിൽ അത് പ്രാപിച്ചില്ല. എന്തുകൊണ്ട് പ്രാപിച്ചില്ല? ആ വാഗ്ദത്തത്തെ വാഗ്ദത്തത്തെ എന്താണ്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം. അവിടെ ചെന്ന് ചേർന്നില്ല. അതിനെ ദൂരവേ കണ്ടു. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും പുത്ര യെരൂശലേമിനെ കാണുന്നത് ദൂരവേയാണ്. എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ നാം കാണുന്നത് അതിനൊക്കെ അടുത്താണ്. 12-ാം അധ്യായത്തിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 12 പിന്നെയോ എത്രാം വാക്യം? അത് 22-ാം വാക്യം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ പണിയുന്ന വീടിൻ്റെ പേരാണ് സ്വർഗീയ യെരൂശലേം, അല്ലെങ്കിൽ മേലുള്ള യെരൂശലേം, അല്ലെങ്കിൽ പുത്തൻ യെരൂശലേം. അങ്ങനെയുള്ളതായ ആ പട്ടണത്തിനും അടുത്ത വായിച്ചാട്ട് അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും
ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ നോക്കുക, പുതിയ വിശ്വാസികളായ നാം എവിടെയാ വന്നിരിക്കുന്നത്? ഈ പുത്രയെരൂശലേമിനടുത്ത്. അബ്രഹാം അതിനെ എന്ത് ചെയ്തു? ദൂരവേ കണ്ട് അഭിവന്ദിച്ചു. ദൂരവേ കണ്ട് അഭിവന്ദിച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ അന്യരും പരദേശിയുമെന്ന് എണ്ണി. അവൻ പരദേശി മോക്ഷയാത്ര ചെയ്യുകയാണെന്ന് അബ്രഹാം തെളിയിച്ചു. അബ്രഹാം പരദേശിയായി വാഗ്ദത്ത ദേശത്ത് പാർത്തു, കൂടാരത്തിൽ പാർത്തു. നാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒടുക്കത്തെ ഭാഗങ്ങളിൽ യാക്കോബ് ഫറവോൻ്റെ മുമ്പിൽ കൊണ്ട് നിൽക്കുന്നതായ ഭാഗം ഓർക്കുന്നുണ്ടല്ലോ. യാക്കോബിനെ യോസേഫ് കൊണ്ടുവന്ന് ഫറവോൻ്റെ മുമ്പിൽ നിർത്തി. ഫറവോൻ അവൻ ലോകത്തിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. യാക്കോബ് അവനെ അനുഗ്രഹിച്ചു. ഉടനെ യാക്കോബിനോട് ഫറവോൻ ചോദിക്കുന്നു, എത്ര വയസ്സായി എന്ന് ചോദിക്കുന്നു. ഉടനെ യാക്കോബ് അകത്ത് പറഞ്ഞാൽ മതി, 130 വയസ്സായി എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ യാക്കോബോട് നിന്ന് തൻ്റെ വിശ്വാസ പ്രമാണമെല്ലാം എടുത്തു പറയുകയായിരുന്നു. എന്താ എടുത്തു പറയുന്നത്? എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമാകുന്നു. യാക്കോബിന് 130 വയസ്സുണ്ട്. എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രയും. എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് എന്ത് പറഞ്ഞു? ഞാൻ പരദേശ പ്രയാണം ചെയ്യും. പരദേശ പ്രയാണം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പിൽഗ്രിമേജ് എന്നാണ് എഴുതിയേക്കുന്നത്, മോക്ഷയാത്ര. യാക്കോബ് ആരായിരുന്നു? ഒരു മോക്ഷയാത്രക്കാരനായിരുന്നു. യാക്കോബ് എങ്ങോട്ട് പോകുന്ന മോക്ഷയാത്രക്കാരനാ? ദൈവ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി പോകുന്ന ഒരു യാത്രക്കാരനായിരുന്നു യാക്കോബ്. അങ്ങനെ ഒരു യാത്രക്കാരനായിരുന്നു യോസേപ്പ്, ഇസഹാക്ക്. 180 വർഷം ജീവിച്ചു. 180 വർഷം ജീവിച്ചെങ്കിലും അവനൊരു പരദേശിയായിരുന്നു, മോക്ഷയാത്രക്കാരനായിരുന്നു. അബ്രഹാം അങ്ങനെ ഒരു പരദേശിയായിരുന്നു, 175 വർഷം ജീവിച്ചു. ഇവരെല്ലാവരും ഈ പരദേശി മോക്ഷയാത്രയിൽ ചെയ്യുമ്പോൾ എന്ത് കണ്ടുകൊണ്ടാണ്? ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തെ കണ്ടുകൊണ്ട് ദൂരവേ കണ്ട് അഭിവന്ദിച്ചു. എന്നാൽ പുതിയ വിശ്വാസികളായ നമ്മൾ ക്രിസ്തുവിലൂടെ വരുമ്പോൾ നമ്മളെ ഈ വീടുകൾ കൂടുതൽ അടുക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 14-ന്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോടുകൂടിയുള്ള അവസാനത്തെ രാത്രി, അക്ഷരീയ ശരീരത്തിലുള്ള അവസാനത്തെ രാത്രി, പെസഹായിക്ക് ശേഷം ഗെത്സമനയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. വായിച്ചാൽ 14-ന്റെ 1, 2, നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗസ്ഥലങ്ങളിലേക്ക് പോയതിൻ്റെ ഉദ്ദേശങ്ങൾ ഒന്ന്, നമുക്ക് സ്ഥലം ഒരുക്കുവാനായിട്ട് പോയി. പുത്തനെരൂശലേം നഗരം നമുക്ക് വേണ്ടി ഒരുക്കുവാൻ പോയി. ആ നഗരത്തിൽ ചെന്ന് ചേരുന്ന അനേക വിശുദ്ധന്മാർ, കോടി വിശുദ്ധന്മാരുണ്ട്. അവർക്കെല്ലാം പാർക്കുവാനുള്ള മനോഹരമായ വീട് കർത്താവ് അവിടെ ഒരുക്കുകയാണ്. പിന്നെ അവൻ പോയത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വന്നത്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ എന്തു ചെയ്യും? കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. പരിശുദ്ധാത്മാവ് വന്നു. മൂന്നാമതവൻ പോയത് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയാണ്. എബ്രായർ 7-ന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. എബ്രായർ 7-ന്റെ 25. താൻ മുഖാന്തരമായി എബ്രായർ 7-ന്റെ 25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ
സദാ ജീവിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് യൂസേപ്പിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം അവൻ എന്ത് ചെയ്തു? പിതൃസന്നിധിയിലേക്ക് കടന്നുപോയി. 40-ാം ദിവസം കടന്നുപോയി. അവിടെ എന്ത് ചെയ്തു? സദാ ജീവിക്കുന്നു. പിതാവിൻ്റെ വലത്തുഭാഗത്ത് തൻ്റെ പൂർവ്വ മഹത്വത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയി. അവിടെ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? തന്നെ സേവിക്കുന്ന ജനത്തിന് വേണ്ടി ജീവിക്കുന്നു. ആരായിട്ട് ജീവിക്കുന്നു? നമ്മുടെ മഹാപുരോഹിതനായിട്ട് ജീവിക്കുന്നു. യേശുവിൻ്റെ മഹാപുരോഹിതനായി സ്വർഗ്ഗസ്ഥലങ്ങളിൽ ജീവിക്കുന്നു. മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ബലഹീനതകളിൽ സഹതാപമുള്ള മഹാപുരോഹിതൻ. എൻ്റെ രോഗങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ എല്ലാം പറഞ്ഞാൽ മനസ്സിലാകുന്ന എൻ്റെ മഹാപുരോഹിതനായി കർത്താവായ യേശു ക്രിസ്തു അവിടെ ജീവിക്കുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായി ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഞാൻ അവിടെ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു. ഇത്ര വലിയ ഈ പ്രത്യാശയും രക്ഷയുമൊക്കെ നമുക്ക് കർത്താവ് തരുവാൻ ഇടയായത് ഈ വിലയേറിയ വാഗ്ദത്ത വചനങ്ങളിലാണ്. അബ്രഹാം വാഗ്ദത്താധിപർത്തി ഒരളവിൽ പ്രാപിച്ചു, അക്ഷരികമായി പ്രാപിച്ചു. എന്നാൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അബ്രഹാം വന്നില്ല. അബ്രഹാമും നാമും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിക്കൽ വിശുദ്ധന്മാർ പുത്തൻ ശരീരം പ്രാപിക്കുമ്പോൾ അബ്രഹാമും പുത്തൻ ശരീരം പ്രാപിക്കും. ഹാബേലും എന്നുള്ള സകല വിശുദ്ധന്മാരും ഒരുമിച്ചായിരിക്കും പുത്തൻ ശരീരം പ്രാപിക്കുന്നത്. അങ്ങനെയുള്ളതായ ആ വലിയ ഭാഗ്യപ്രതീക്ഷ കൂടെ ഈ ഉടമ്പടി നമുക്ക് കാണുവാൻ കഴിയുന്നു. അടുത്ത ഉടമ്പടി സമയമുണ്ടോ? അടുത്ത ഉടമ്പടി നാം വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ ഉള്ള ഉടമ്പടിയാണ്. അബ്രഹാമിന്റെ ഉടമ്പടി കഴിഞ്ഞ് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ അതൊരു മോശയെ ഉടമ്പടി എന്നോ ആദ്യ നിയമമെന്നോ ഒക്കെ നമുക്ക് പറയാം. ആ ഉടമ്പടിയുടെ വിശദീകരണമാണ് എബ്രായ ലേഖനം 8-9 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഉടമ്പടി ഒന്ന് വായിച്ചാട്ട് ചില ഭാഗങ്ങളൊന്ന് വായിച്ചാട്ട് എബ്രായ ലേഖനം അല്ല പുറപ്പാട് പുസ്തകം 24 വായിച്ചാട്ടെ. അവൻ പിന്നെ അവൻ നിയമപുസ്തകം എടുത്ത് ജനങ്ങളാണ് 7 തൊട്ടാണ്. ഒന്ന് മുതൽ അവൻ പിന്നെയും മോശയോട്, നീയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്ത് നിന്ന് നമസ്കരിക്കുകയും മോശ മാത്രം യഹോവയ്ക്ക് അടുത്തു വരട്ടെ, അവർ അടുത്തു വരരുത്, ജനം അവരോടുകൂടെ കയറി വരികയും വരുതെന്ന് കൽപ്പിച്ചു. അപ്പോൾ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും എന്നു ജനമൊക്കെയും ഏകശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അതികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തിന്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യക്കൊത്തവണ്ണം 12 തൂണും പണിതു. അവൻ പിന്നെ ഇസ്രായേൽ മക്കളിൽ ചില ബാലിക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാനയാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. മോശ രക്തത്തിൽ പകുതിയെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു, രക്തത്തിൽ പകുതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. ഇവിടെ നാം പഴയ നിയമത്തെ അല്ലെങ്കിൽ പഴയ നിയമത്തിന് വേറൊരു പേരാണ് ആദ്യ നിയമം. പഴയ നിയമം അല്ലെങ്കിൽ ആദ്യ നിയമം എന്നാണ് ഈ അധ്യായത്തിൽ പറയാവുന്നത്. ആദ്യ നിയമം ദൈവം ഉറപ്പിക്കുന്നു. അത് എങ്ങനെയാണ് ഉറപ്പിച്ചത്? അത് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ അല്ല, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ 9-11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ 9-11 മുതൽ ക്രിസ്തുവോ
ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഇസ്രായേലിന്റെ മൂപ്പന്മാരെ 70 മൂപ്പന്മാരും അഹറോനും പുത്രന്മാരും മോശയും കൂടെ ഈ പ്രമാണമെല്ലാം വായിച്ച് കേൾപ്പിച്ച ശേഷം ആ പ്രമാണം അനുസരിക്കാവുന്ന ജനത്തിൻ്റെ ഉടമ്പടിയിന്മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയാണ്. ജനം ഈ പ്രമാണം പുറപ്പാട് പുസ്തകം 20, 21, 22, 23 ഈ അധ്യായങ്ങളിൽ പറഞ്ഞ ആ പ്രമാണം ആണ് പ്രമാണം 10 കൽപ്പനകളും പിന്നെ അതിനോട് ചേർന്ന ന്യായങ്ങളും. ഈ ന്യായങ്ങളെല്ലാം ജനത്തെ വായിച്ച് കേൾപ്പിച്ച ശേഷം ജനമെല്ലാം അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചപ്പോൾ ആ ഉടമ്പടി ഉറപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ഉറപ്പിക്കുന്നതായ ഉടമ്പടിയുടെ ഉറപ്പിക്കുന്നതിനെക്കുറിച്ച് എബ്രായർ 12 വാക്യം മുതൽ വായിച്ചാട്ട് എബ്രായർ 12 വാക്യം മുതൽ 9. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, 12 അതന്നെ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരെ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. നിയമം ഉള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിയുവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. ആദ്യ നിയമം വായിച്ചല്ലോ, പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൽ ആദ്യ നിയമം രക്തം കൂടാതെ അല്ല ഉറപ്പിക്കപ്പെട്ടത്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ടാണ്. വായിച്ചാട്ട് മോശ ന്യായപ്രമാണപ്രകാരം കൽപ്പന ഒക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈ സോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. നിയമത്തിന്റെ രക്തം, ആദ്യ നിയമം കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ടാണ് ഉറപ്പിക്കപ്പെട്ടത്. അങ്ങനെ തന്നെ അവൻ കൂടാരങ്ങളിൽ മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിൽ മേലും എല്ലാം രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കും. ന്യായപ്രമാണ പ്രകാരം എല്ലാം ഏകദേശം ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ ഇസ്രായേലെല്ലാം നിയമത്തിന്റെ കീഴിലായി. അടുത്ത് വായിച്ചാണ്, രക്തം ചൊല്ലിട്ടില്ലാത്ത വിമോചനവുമില്ല. രക്തച്ചൊരിച്ചിലോടുകൂടിയാണ് ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തത്തോടു കൂടിയാണ് ആ നിയമം ഉറപ്പിക്കപ്പെട്ടത്. ഇനി ആ നിയമത്തെക്കുറിച്ച് കൂടെ അല്പം കൂടെ പഠിക്കുന്നതിന് 9-ാം അധ്യായം പുറപ്പാട് 9-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാണ്. എബ്രായർ 9-ന്റെ 1 മുതൽ ആദ്യ നിയമത്തിനും എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ആ നിയമത്തിന് പേരെന്താണ്? ആദ്യ നിയമം അല്ലെങ്കിൽ പഴയ നിയമം. നമ്മുടെ ബൈബിളിൽ 2 നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം എന്ന് പറഞ്ഞാൽ മോശ മുഖാന്തരം ഇസ്രായേലിന് കൊടുത്തതായ ഉടമ്പടിയാണ്. അത് പുതിയ നിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അന്ത്യ അത്താഴ സമയത്ത് കർത്താവ് പറഞ്ഞ വാചകം നാം ഓർക്കുമല്ലോ, ഇതിപ്പോൾ രക്തത്തിൽ പുതിയ നിയമമാണത്. പുതിയ നിയമം, പഴയതിനെ കർത്താവ് നീക്കിയിട്ട് പുതിയ നിയമം സ്ഥാപിച്ചു. പഴയ നിയമത്തിൻ്റെ കീഴിൽ ആണ് എന്തുണ്ട്? ആദ്യ നിയമത്തിൽ എന്തുണ്ട്? വായിച്ചാട്ട് 9-ന്റെ 1 മുതൽ. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ നോക്കുക. ഇസ്രായേൽക്കാരന് വെറുതെ ഒന്ന് ആരാധിക്കാനൊക്കെയില്ല. അവൻ എന്ത് ചെയ്യണം? അവനെ എവിടെ വന്ന് ആരാധിക്കണം? ദൈവത്തിൻ്റെ പ്രാകാരത്തിൽ വന്ന്
യാഗപീഠത്തിങ്കൽ നിന്നാണ് അവൻ ആരാധിക്കേണ്ടത്. അവന് വേണ്ടി പുരോഹിതന്മാരാണ് എന്ത് ചെയ്യുന്നത്? അവൻ കഴിക്കുന്ന ആ രക്തമൊക്കെ പുരോഹിതന്മാരാണ് എടുത്ത് ആ ദൈവത്തിൻ്റെ സന്നിധിയെ കൊണ്ടുവന്നത്. എന്നുമല്ല, ആണ്ടിൽ ഒരിക്കലായിരിക്കും അങ്ങനെയുള്ള രക്തം എടുത്തുകൊണ്ട് പോകുന്നത്. അത് മഹാപാപപരിഹാര ദിവസം, യോഗ്യപ്പൂർ എന്ന് പറയുന്നതായ ആ ദിവസമാണ് ഇസ്രായേൽക്കാരന് വേണ്ടിയുള്ള യാഗം പൂർത്തീകരിക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ളതായ ഈ പൂർത്തീകരിക്കപ്പെടുന്നതായ യാഗങ്ങൾ എല്ലാം തന്നെ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് ന്യായപ്രമാണത്തിൽ ആദ്യ നിയമത്തിൽ എന്തുണ്ട്? ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. നമുക്ക് ആ ചട്ടം ആർക്കും തെറ്റിക്കാൻ ഒക്കുകയില്ല. ശൗല് യാഗം കഴിച്ചു, അതിൻ്റെ ഫലമായി ശൗലിൻ്റെ രാജ്യത്വം പോയി. എന്നാൽ വേറെ ആർക്കും അവിടെ യാഗം കഴിക്കാൻ ഒക്കുകയില്ല. മോശയും അവിടെ അഹറോൻ്റെ മക്കൾക്ക് മാത്രമേ യാഗം കഴിക്കുവാനൊക്കെയുള്ളൂ. അങ്ങനെയുള്ളതായ യാഗവസ്തുവിലൂടെയുള്ള ചട്ടങ്ങളിലൂടെയാണ് അവർ ശുദ്ധീകരിക്കപ്പെട്ടത്. ആദ്യമത്തിൽ എന്തുണ്ട്? ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ, പിന്നെ ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ട്. ആ വിശുദ്ധ മന്ദിരം ലൗകികമായതാണ്. ഈ ലോകത്തിലെ വസ്തുമയമായ കാര്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇവിടെയുള്ള പൊന്ന്, വെള്ളി, ചെമ്പ്, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ലൗകികമായ വിശുദ്ധ മന്ദിരം. എന്നാൽ ഇന്നൊരു വിശുദ്ധ മന്ദിരമുണ്ട്, ആത്മീയമായ വിശുദ്ധ മന്ദിരം. അതാണ് ദൈവത്തിൻ്റെ സഭ. 2 തീമോഥെയോസ് 3:16 വാക്യങ്ങൾ വായിച്ച് 2 തീമോഥെയോസ് 3:16. 2 തീമോഥെയോസ് 3:16. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സത്പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്. 3:16 3 സത്യത്തിന് തൂണും 3:15 ചോദിക്കട്ടെ. താമസിച്ചു പോയാലോ? രണ്ട് തീമോഥെയോസ് 3 അല്ലേ? സോറി, ഞാൻ 1 തീമോഥെയോസ് ആയിരിക്കല്ലേ? 1 തീമോഥെയോസ് 3:15. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഇവിടെ വേറൊരു ദൈവാലയം കാണുന്നു. ലൗകികമായ ദൈവാലയമല്ല, ആത്മീയമായ ദൈവാലയം. അതാണ് ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നതാണ് ആത്മീയമായ ദൈവാലയം. അതിൽ എത്ര പേര് മതി? 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം വിളങ്ങുന്നതാണ് ഈ ദൈവത്തിൻ്റെ സഭ. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം, അത് ആത്മീക ദൈവാലയമാണ്. എന്നാൽ ആദ്യ നിയമത്തിലെ ദൈവാലയം എന്താണ്? ലൗകികമായ ദൈവാലയം. ഇനി അത്രയും ചിന്തിച്ചുകൊണ്ട് നമുക്ക് എബ്രായർ 9-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചാൽ എബ്രായർ 9 തുടർന്നുള്ള വാക്യങ്ങൾ ആദ്യ നിയമത്തിലും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു, അതിന്റെ ആദ്യ ഭാഗത്തു നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്നു പേര്. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പട്ടവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തടുത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും. ഇതെല്ലാം ആദ്യ നിയമത്തിലുള്ളതായ ആലയമാണ്. ലൗകികമായ വിശുദ്ധ മന്ദിരത്തിലുള്ള കാര്യങ്ങളാണ്. അതിന് 3 ഭാഗങ്ങളാണ്. പ്രാകാരത്തിൽ എന്തുണ്ട്? യാഗപീഠം. പിന്നെ പ്രാകാരത്തിൽ എന്തുണ്ട്? താമ്രത്തൊട്ടി. പിന്നെ അത് കഴിഞ്ഞ് ആണ് വിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്ത് എന്തുണ്ട്? കാഴ്ചയപ്പത്തിൻ്റെ മേശ. പിന്നെന്തുണ്ട്? നിലവിളക്ക്, കാഴ്ചയപ്പത്തിൻ്റെ മേശ. ഇതൊക്കെ വിശുദ്ധ സ്ഥലത്തുണ്ട്. അതും കഴിഞ്ഞ് ഉള്ളിലാണ് അതിപരിശുദ്ധ സ്ഥലം, പൊന്നു കൊണ്ടുള്ള കൃപാസനം. പൊന്നുള്ള കൃപാസനത്തിന്
കൃപാസനത്തിൻ്റെ മുകളിൽ 2 കെരൂബുകൾ, ആ കെരൂബുകളുടെ മധ്യയാണ് ആ സ്വർണ്ണ പലക വെച്ചിരിക്കുന്നത്. അതാണ് കൃപാസനം. ആ ഈ പെട്ടിക്കകത്തുനിന്ന് നിയമപ്പെട്ടിക്കകത്തുനിന്ന് നിയമത്തിൻ്റെ പെട്ടിക്കകത്ത് അഹരോന്റെ തളർത്ത വടി, പിന്നെന്തുണ്ട് മന്ന ഇട്ട് വെച്ച പാത്രം, മന്ന തീർന്നു, മന്ന ഇട്ട് വെച്ച പാത്രം, പിന്നെന്തുണ്ട് അഹരോന്റെ തളർത്ത വടി, നിയമത്തിൻ്റെ കൽപ്പലകൾ, ഇതെല്ലാം വെച്ചിരിക്കുന്നതാണ് കൃപാസനം. അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടവും കൃപാസനവും. പിന്നെ വിശുദ്ധ സ്ഥലത്ത് കാഴ്ചപ്പത്തിൻ്റെ മേശ, നിലവിളക്ക്, നിലവിളക്കും മേശയും കാഴ്ചപ്പത്തിൻ്റെ മേശ. പ്രാകാരത്തിൽ എന്തുണ്ട്? യാഗപീഠവും കഴുകുന്നുള്ള താപ്രത്തൊട്ടി, ലൗകികമായ വിശുദ്ധ മന്ദിരം. വായിച്ചാട്ടെ ഇനി 9:1 വാക്യം മുതൽ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമവട്ടവും അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹരോനെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനും ഇത് കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിക്കുവാൻ കഴിവില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. പുരോഹിതന്മാർ കൃപാസനത്തിലേക്ക് ചെല്ലുകയില്ല, അധിപത്യ സ്ഥലത്തെ എന്നും ചെല്ലുകയില്ല. ആണ്ടിലൊരിക്കൽ മാത്രമേ മഹാപുരോഹിതന് മാത്രമേ ചെല്ലുവാൻ കഴിയത്തുള്ളൂ. അതും അവൻ്റെ പാപോധികാരം വരുത്തിയ ശേഷമാണ് അവർ ചെല്ലാവുന്നത്. എന്നാൽ എന്നാൽ പ്രാകാരത്തിൽ ആരുണ്ട്? പുരോഹിതന്മാരുണ്ട്. പ്രാകാരത്തിൽ പുരോഹിതന്മാർ നിന്ന് ശുശ്രൂഷിക്കും. അവരുടെ ശുശ്രൂഷ ഏറ്റ് കടന്നു പോകണം. ഇതായിരുന്നു ആദ്യ നിയമം. അത് തൻ്റെ പാപം പരിഹരിക്കപ്പെട്ടെന്നോ നിശ്ചയമായി എന്നെ നെയ്യമായി പൂർണ്ണമായി സ്വീകരിച്ചെന്നോ ഒന്നും ഒരു നിശ്ചയം വരാൻ കഴിയുന്നില്ല. വരുവാനുള്ള നന്മകളുടെ ആ ഒരു ലാഞ്ചന പോലും അവർക്ക് അനുഭവിപ്പാൻ കഴിയുന്നില്ല. ആദ്യ നിയമം ലൗകികമായ വിശുദ്ധ മന്ദിരമായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആ സന്തോഷമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുവിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? നമുക്ക് കൃപാസനത്തോട് അടുത്ത് വരുവാൻ കഴിയുന്നു. എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്കുകൾ വായിച്ചാണ്. തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ യാഗമരണ മുഖാന്തരം നമുക്കിട്ട് ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ സദാകാലത്തേക്ക് സൽഗുണപൂർത്തി നമുക്ക് ലഭിച്ചു. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വിടുതൽ കിട്ടി. ദൈവം നമ്മെ ചേർത്ത് കൊള്ളുന്നു. അടുത്ത വായിച്ചാട്ടെ. ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ട് നമുക്ക് ഇന്ന് ആത്മീയ യാഗം കഴിക്കുന്ന വിശുദ്ധന്മാർക്കുള്ള വലിയ ഭാഗ്യപദവി പഴയ വിശുദ്ധന്മാരെക്കാൾ എത്രയോ അധികമാണെന്നാണ് ഇവിടെ പറയുന്നത്. പഴയ വിശുദ്ധന്മാർക്ക് ആണ്ടിലൊരിക്കലോ അല്ലെങ്കിൽ ഓരോ ദിവസമോ കൂടെ യാഗം കഴിച്ച് അവർക്ക് പാപക്ഷമ കിട്ടണമായിരുന്നു. അത് നമുക്കോ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അടുത്ത അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. എവിടേക്ക് അടുത്ത് ചെല്ലുക? കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. 4:14 മുതൽ വായിച്ചാണ്. 4:14, 15, 16. ആകയാൽ ദൈവത്തിനായ യേശു
ഇതാണ്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ദൈവമക്കളെ, നമുക്കുള്ള പുതിയ നിയമ വിശ്വാസികളായ നമുക്കുള്ള വലിയ ഭാഗ്യം എത്രയോ വലിയ ഭാഗ്യപദവിയാണ്. നാം റോഡിലൂടെ കടന്നു പോകുമ്പോൾ, ഹൈവേയിലൂടെ കടന്നു പോകുന്ന ഉദാഹരണം പറയുകയാണ്. ഹൈവേയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം പോലീസിനെ വിളിക്കുന്നതിനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലീസിനെ വിളിക്കുന്നതിനുള്ള ക്രമീകരണം നിനക്ക് എത്താൻ കഴിയുന്നില്ല. നീ ആ കിടപ്പിൽ, ആ മുറിവിൽ കിടക്കുകയാണ്. നിനക്ക് എന്ത് ചെയ്യുവാൻ കഴിയുന്നു? കൃപാസനത്തോടും അടുത്ത് ചെല്ലുവാനുള്ള ഭാഗ്യം നിനക്ക് കർത്താവ് തന്നിരിക്കുന്നു. യേശുവെ, നിന്റെ പുത്രനിലൂടെ യേശുവെ, നീ സാധിപ്പിച്ച ആ വീടെടുപ്പിൻ്റെ വേല മുഖാന്തരം എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ് നീ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാകാരത്തിലല്ല, വിശുദ്ധ സ്ഥലത്തല്ല, അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് കർത്താവുമായുടെ പൂർവ്വ ബന്ധത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരുന്നു. ഇത്ര വലിയ കൃപാസനത്തോട് അടുത്ത് ജീവിപ്പാൻ ദൈവമക്കളായ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഭാഗ്യമാണ് ഈ വരുവാനിരിക്കുന്ന നന്മകളുടെ മഹാപുരോഹിതനായ യേശു മുഖാന്തരം ലഭിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി സമയത്ത് കർത്താവായ യേശുവിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നതായ ഈ വലിയ രക്ഷയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഇന്ന് അകലെ കിടക്കുന്നവരല്ല, നാം ഇന്ന് അകത്ത് മാറുന്നവരല്ല. നാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അടുത്ത് വരുന്നവരാണ്. കർത്താവായ ദൈവത്തിലേക്ക് അടുത്ത് വരുവാനുള്ള വഴി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉണ്ടാക്കി. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അങ്ങനെ പിതാവിൻ്റെ അടുക്കൽ കൃപാസനത്തോടും അടുത്ത് വന്ന് തത്സമയത്ത് സഹായത്തിലുള്ള കൃപ കണ്ടെത്തുവാൻ കൃപാസനത്തോടും അടുത്ത് വരിക. ചിലപ്പോൾ നമ്മളെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മറുപടി ഉടനെ കിട്ടിയില്ലെന്ന് വന്നാലും കൃപാസനത്തോടും അടുത്ത് വന്ന് നമ്മൾ അറിയിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് കർത്താവ് തത്സമയത്ത് മറുപടി തരും. അവൻ നമ്മുടെ മറുപടിയായി തരുന്നു. ക്രിസ്തു മുഖാന്തരം തന്നിരിക്കുന്ന ഈ വലിയ രക്ഷയ്ക്കും വിടുതലുമായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യ നിയമം എന്ന് പറയുന്നത് പഴയ നിയമമായിരുന്നു. അത് മോശയ്ക്ക് നിയമമായിരുന്നു. അത് ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തത്താലാണ് ഉറപ്പാക്കപ്പെട്ടത്. ദൈവാലയവും ഇസ്രായേലിന് പൗരോഹിത്യവും അതിന് ആവശ്യമായിരുന്നു. എന്നാൽ പുതിയ നിയമം എന്ന് പറഞ്ഞപ്പോൾ, നിത്യനിയമം വന്നപ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് സ്ഥാപിച്ച നിത്യ നിയമത്തിന് ഓഹരിക്കാരായി നമ്മൾ തീർന്നപ്പോൾ നമുക്കിന്ന് പൗരോഹിത്യത്തിന് ആവശ്യമില്ല. വേറൊരു പുരോഹിതന് എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് നേരെ കടന്നു ചെല്ലുവാനിടയായിത്തീരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരെ അനാദരിച്ചല്ല ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷകന്മാർ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി പ്രസ്താവനകൾ ഇറക്കുന്നുള്ളത് ശരി തന്നെ. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ കൃപയിലേക്ക് വരുന്നത് ഈ ശുശ്രൂഷകന്മാരിലൂടെയല്ല. നമ്മൾ ഓരോരുത്തരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിക്കൽ ദൈവത്തിൻ്റെ വചനം വായിച്ച് പരിശുദ്ധാത്മാവിന് ഉള്ള ആ സ്വാധീനത്തിലൂടെ ദൈവവുമായി നേരിട്ടുള്ള സജീവ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് മുഖാന്തരം ഇടയാക്കുന്നു. ഈ വലിയ രക്ഷയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആദ്യ നിയമം മാറ്റപ്പെട്ടിട്ട് നിത്യനിയമമായി തീർന്നു. എബ്രായർ 13-ാം അധ്യായത്തിലെ ഊർജ്ജത്തെ 2-3 വാക്കുകൾ വായിച്ചതിലൂടെ അവസാനിപ്പിക്കുന്നു. 13-ന്റെ ഊർജ്ജത്തെ 2 വാക്യങ്ങൾ. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. നിത്യനിയമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആദ്യ നിയമം മാറ്റി പുതിയ നിയമം തന്നു. ആ നിയമത്തിൻ്റെ പേരാണ് നിത്യനിയമം. ഇനി അതിന് യാതൊന്നും കൂട്ടേണ്ടതില്ല, വ്യത്യാസപ്പെടുത്തേണ്ടതില്ല. നിത്യനിയമത്തിൻ്റെ രക്തം നാം കർത്തൃമേശാ സമയങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള പാനപാത്രം
കുടിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, ചെന്ന് നമ്മൾ ജനിക്കുന്ന പുതിയ നിയമം. ആ പുതിയ നിയമത്തിൻ്റെ അംശങ്ങളായി നമുക്ക് തീരുവാൻ, നിത്യനിയമത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കി. ഈ വലിയ ഭാഗ്യ പദവിക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ കൃപാസനത്തോടും അടുത്ത് ഒരു കാരണം ഭാഗ്യ പദവി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എപ്പോഴും നമ്മുടെ ആവശ്യങ്ങളുമായി കടന്നു വന്ന് കൃപാസനത്തിക്കൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിനും നമ്മളെ നിങ്ങളുടെ കർത്താവ് എന്നുള്ള പുതിയ കൃപകൾ ഓരോ ദിവസവും പ്രാപിക്കുന്നതിനും കർത്താവ് ഇടയാക്കട്ടെ. ദൈവമേ ഈ വാക്കുകളാൽ അനുഗ്രഹിക്കട്ടെ.